everyone, so welcome back to my another vlog. അപ്പോൾ അതേ നമ്മൾ ഇപ്പോൾ എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞാൽ നമ്മൾ ഗുരുഗ്രാമിലുള്ള ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ്. ഒരു പ്രീമിയം ഡൈനിങ്ങും ഒരു ഓപ്പൺ എയർ സ്പേസ് ഒക്കെ ഉള്ള ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള നൈറ്റ് ലൈഫ് വൈബൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ്. 32nd Avenue എന്നാണ് ഇതിനെ പറയുന്നത്. ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് NH48 സെക്ടർ 15ലാണ്. നമ്മുടെ ഇഫ്കോ ചോക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഷോർട്ട് ഡ്രൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ട്. അതുപോലെ നമ്മുടെ ഡൽഹി എയർപോർട്ടിൽ നിന്ന് 20-25 മിനിറ്റ്സ് ഒക്കെ എടുക്കത്തുള്ളൂ ഇങ്ങോട്ട് വരാൻ. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ ഇവിടെ നൈറ്റ് വരുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്. കാരണം ഇവിടെ മൊത്തം ഫുൾ ലൈറ്റിൻ്റെ മേളമാണ്. അപ്പോൾ നമുക്ക് നൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നല്ല വൃത്തിക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പകൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അതേ ഇവിടെ വാലേ പാർക്കിംഗ് ഉണ്ട്. അപ്പം നമ്മൾ പാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ശരിക്കും നമ്മൾ ഈ 32nd Avenueയുടെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ സൈബർ ഹബിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ശ്രീ എപ്പോഴും പറയാറുണ്ടോ ഇവിടെ കയറണം, ഇവിടെ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് പല തവണ നമ്മൾ പ്ലാൻ ചെയ്യും, പക്ഷെ നടക്കാറില്ല, ക്യാൻസലാവും. എന്തെങ്കിലുമൊക്കെ കാര്യം വന്നിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യും കേട്ടോ. അങ്ങനെ അതേ നമ്മൾ ഗുരുഗ്രാം വിട്ട് പോവാറായപ്പോൾ അതേ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നിട്ട് ശരിക്കും ഇതെന്താ പറയുക, പബ്ബും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഞാൻ പറഞ്ഞില്ല, ഒരു പ്രീമിയം റെസ്റ്റോറൻ്റ് ആണ് കൂടുതലും വരിക. പിന്നെ എനിക്ക് തോന്നിയ ഒരു ഡേറ്റിംഗ് സ്പോട്ടായിട്ടും തോന്നിയിട്ടുണ്ട് കേട്ടോ. കുറേ കപ്പിൾസ് ഉണ്ടായിരുന്നു, അതുപോലെ ഒരു ഡേറ്റിംഗ് സ്പോട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ലൈറ്റിങ്സിലാണ് ഞാൻ പറഞ്ഞത് കൂടുതലും ഭംഗി നമുക്ക് തോന്നിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മളിതേ വന്നിരിക്കുന്നത് കാണുന്നത് ദ മോങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ചൈനീസ് ആൻഡ് പാൻ ഏഷ്യൻ ക്യൂസീൻ ഒക്കെ വരുന്ന ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ ഈ മോക്ക് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. അതുപോലെ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റും കേട്ടോ. അതിവിടെ മാത്രമല്ല, സൈബർ ഹബിലാണെങ്കിലും പ്രീ ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഓഫറിനും കിട്ടും, അതുപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയും വേണ്ട. വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും, ക്യൂ ഉണ്ടാവും. അപ്പോൾ ബെറ്റർ പ്രീ ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത്. അപ്പോൾ അത് കയറി വരുമ്പോഴത്തേനും നമുക്ക് അവിടെ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു കേട്ടോ സൈഡിൽ. അത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. പിന്നെ പ്ലാൻ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നല്ല ഡേറ്റിങ്ങിനൊക്കെ വന്ന് ഇവിടെ സെറ്റ് അടിപൊളി സ്ഥലം കേട്ടോ. അതുപോലെ ഇവിടുത്തെ ക്യൂ കണ്ടോ, ഇത് ഒരു വെജ് റെസ്റ്റോറൻ്റ് ആണ്, അതിൻ്റെ ക്യൂ ആണ്. ബേസിക്കലി ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കൂടുതലും വെജാണ്, അപ്പോൾ അവർ പ്രിഫർ ചെയ്യുന്ന വെജ് റെസ്റ്റോറൻറ്റ് തന്നെ ആയിരിക്കും. അങ്ങനെ ആദ്യം നമ്മളിവിടെ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി കേട്ടോ. ഒന്ന് എങ്ങനെയാണ് എന്തൊക്കെയാണ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളതൊന്ന് ചുറ്റിക്കറങ്ങി. എന്നിട്ട് നേരെ നമ്മളെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഔട്ട്ഫിറ്റ് ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ റീസെൻ്റ്ലി മേടിച്ചൊരു ഡ്രസ്സാട്ടോ. ഇതിനു വേണ്ടി മേടിച്ചൊന്നുമല്ല, അല്ലാണ്ട് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ്. ഇപ്പോൾ എനിക്ക് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വൃത്തിക്ക് കിടന്നോളും. ഇതിനു മുമ്പ് അങ്ങനെയൊന്നും വരില്ലായിരുന്നു, കാര്യം കുറച്ച് സൈസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് നല്ല സൈസൊക്കെ കുറഞ്ഞിട്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ ലിഫ്റ്റ് കയറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ മറിഞ്ഞടിച്ച് വീണ തന്നെയായിരുന്നു, അതാണ് ചിരിച്ച കേട്ടോ. എല്ലാം കൂടെ താഴെ കിടന്നേ, ക്യാമറയും ഞാനും എല്ലാം കൂടെ താഴെ പോയേനെ. എന്നിട്ട് നമ്മൾ കുട്ടി ലിഫ്റ്റ് ആട്ടോ, നല്ല രസമുണ്ട്. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു ലിഫ്റ്റിൻ്റെ അകത്ത്. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഇടുന്നുണ്ട്, നിങ്ങൾ കാണണം കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീ ഓർഡർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്കൊരു സ്റ്റാർട്ടറായിട്ട് ഒരു പീനട്ട് തന്നിട്ടുണ്ടായിരുന്നു. പീനട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടുന്ന് കഴിച്ച എല്ലാ ഭക്ഷണത്തിനും ഒന്നുപോലും മോശം പറയാനില്ല, എല്ലാം അടിപൊളിയായിരുന്നു. ഒരു സ്റ്റാർട്ടറായിട്ട് ഒരു ചിക്കൻ്റെ ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു ഡിഷിൻ്റെ പേര് അറിയത്തില്ല കേട്ടോ, ഞാൻ ഒന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു സൂപ്പ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തനുക്കുട്ടിക്ക് അവർ നൂഡിൽസ് സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്, അതിന് പോലും നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം ഇതിന് മുന്നേ നമ്മൾ ഏതൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ, മെയിൻലാൻഡ് ചൈനയിലാണ് എവിടെയാണെന്ന് അറിയില്ല, അവിടെ പോയപ്പോൾ അവർ ബട്ടറിലൊന്ന് സോട്ട് ചെയ്തിട്ടാണ് അവൾക്ക് കൊടുത്തത്. പക്ഷെ ഇവിടെ അവരെന്തോ നന്നായിട്ട് അവൾക്ക് ഉണ്ടാക്കി കൊടുത്ത പോലെ അവിടെ ചോദിച്ച് മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. എനിക്ക് ഫുഡിൻ്റെ കാര്യം നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എനിക്ക് ആകെ ഇതിൻ്റെ പേര് അറിയാമെന്നുള്ളത് ഞാൻ കഴിച്ച ഡ്രിങ്കിൻ്റെ പേര് മാത്രമാണ്, കോസ്മോപോളിറ്റൻ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഒരു ഡ്രിങ്ക് കഴിക്കുന്നത്. കാരണം ബ്രസ്റ്റ് ഫീഡിങ് ആയതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ കഴിക്കാം, പക്ഷേ എനിക്ക് അതിനൊന്നും മെനക്കെടാനും വയ്യ, റിസ്ക് എടുക്കാനും വയ്യ. ഇപ്പോൾ ഞാൻ ഫീഡിങ് ഒക്കെ നിർത്തിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനത് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഡ്രിങ്ക് കഴിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് ബിയർ എന്നാണ് കേട്ടോ. നമ്മുടെ ശ്രീയാണ് എനിക്ക് തുടക്കം ഇട്ട് തന്നത്. പക്ഷേ എനിക്കിപ്പോൾ ബിയർ ഇന്ന് മുന്നേ ഒരു 2 ദിവസം മുമ്പ് എന്തോ ശ്രീ എനിക്ക് ബിയർ കഴിക്കാനായിട്ട് തന്നെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ബിയർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇപ്പം എന്താണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. എനിക്കിപ്പം കോക്ടെയിൽസിനോടാണ്
എനിക്കിപ്പം അതാണ് എനിക്ക് താല്പര്യമായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ നമ്മുടെ കോസ്മോപൊളിറ്റൻ തന്നെ നമ്മൾ പണ്ടൊരിക്കൽ ഡൽഹിയിൽ വന്ന സമയത്ത് കപ്പിളായിട്ട്, അതായത് നമ്മുടെ കൂടെ അങ്കിതയും എൻ്റെ ഫ്രണ്ടായിട്ടുള്ള അങ്കിതയും വിവേകേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഡൽഹിയിലുള്ളൊരു പബ്ബിൽ പോയിട്ടുണ്ടായിരുന്നു, ഒരു ഇഫ്താർ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അവിടെ പോയ സമയത്ത് ഞാനും അങ്കിയും കഴിച്ചത് കോസ്മോപൊളിറ്റൻ ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അന്ന്. അയ്യോ, അന്നത്തെ ലൈഫൊക്കെ അടിപൊളി, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ എനിക്ക് അതുകൊണ്ട് ഈ ഡ്രിങ്ക് കഴിക്കുമ്പോൾ എനിക്ക് അവരെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെടുത്ത ഫോട്ടോസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ ഗുഡ്ഗാവിൽ ഉള്ളവരാണെങ്കിലും ഗുഡ്ഗാവിൽ ഇപ്പോൾ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പ്ലീസ് ഡു കം ആൻഡ് വിസിറ്റ് 32nd Avenue അറ്റ്ലീസ്റ്റ് വൺസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങളുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം വേറൊരു അടിപൊളി വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.